റിലേഷനിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ചെക്കൻ തന്റെ ചെറിയ അനിയന് BGM ഒക്കെ കുത്തിക്കയറ്റിയുള്ള തന്റെ വീഡിയോകൾ അയച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറയുകയാണ് ജാസ്മിൻ. കുറെ വീഡിയോ അയച്ചു കൊടുക്കുമായിരുന്നുവെന്നും ഇത് കണ്ടു നോക്കട എന്നൊക്കെ പറഞ്ഞ് BGM ഒക്കെ കുത്തി നിറച്ചായിരുന്നു വീഡിയോ അയച്ചു കൊടുത്തിരുന്നതെന്നും അയാൾ സൈക്കോ ആണോ എന്ന് തനിക്ക് അറിയില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീറിനെയാണ് പേരെടുത്ത് പറയാതെ ജാസ്മിൻ വിമർശിച്ചത്. അതൊക്കെ അയച്ചു കൊടുക്കുമ്പോഴുള്ള വീട്ടുകാരുടെ മാനസികാവസ്ഥ വളരെ മോശമായിരുന്നുവെന്നും തനിക്ക് വന്ന സൈബർ ബുള്ളിയിങ്ങിനേക്കാൾ തന്നെ വേദനിപ്പിച്ചത് വീട്ടുകാർ അനുഭവിച്ചതാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. പലരും പറയുന്നുണ്ട് താൻ അതിനകത്ത് തന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല എന്ന്. നിങ്ങൾ അത് കണ്ടില്ലെന്ന് പറയുന്നതാണ് ശരിയെന്നും ബിഗ് ബോസിൽ വെച്ച് തിരിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഇത്രയും പ്രശ്നം വന്നതെന്നും തനിക്ക് ദേഷ്യം വരുമ്പോൾ താൻ പ്രതികരിക്കും. ഗബ്രി ടോപ്പ് 5-ൽ വരാൻ യോഗ്യതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മാത്രമല്ല തന്റെ കുടുംബം അതിക്രൂരമായ സൈബർ അധിക്ഷേപങ്ങളാണ് നേരിടേണ്ടി വന്നതെന്നും മാതാപിതാക്കൾ തന്നെ ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട്. തന്റെ ഉമ്മയും അത്തയും പറഞ്ഞത് തങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചിരുന്നുവെന്നാണെന്നും ആ സാഹചര്യത്തിലേക്ക് വരെ എത്തിപ്പോയിരുന്നുവെന്നും താൻ അകത്ത് നേരിടുന്നത് 18 മത്സരാർത്ഥികളെയാണ്, പക്ഷെ തന്റെ വീട്ടുകാർ ലക്ഷക്കണക്കിന് പേരെയാണ് നേരിട്ടതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അനിയന് മാത്രമല്ല എഡിറ്റ് ചെയ്യുന്ന റീലൊക്കെയാണ് വീട്ടുകാർക്ക് അയച്ചു കൊടുത്തതെന്നും അതുകൊണ്ട് തന്നെ ശരിക്കുള്ള കാര്യങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകില്ല. എന്നാൽ അതിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കാര്യങ്ങളുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ സഹികെട്ട് അത്ത പലരെയും ചീത്ത വിളിച്ചുവെന്നും ഒരു ഘട്ടമായപ്പോൾ അവർ അത്തയോട് ചെന്നൈയിൽ പോയി ബിഗ് ബോസ് സെറ്റിന് പുറത്തുപോയി പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു കൊടുത്തുവെന്നും അവിടെ വന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തേണ്ടി വരുമെന്നൊക്കെ അവരുടെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടെന്നും അത്രത്തോളം സൈബർ ബുള്ളിയിങ് ആണ് വീട്ടുകാർ നേരിട്ടതെന്നും ജാസ്മിൻ കഴിഞ്ഞ ദിവസം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തന്റെ ഉമ്മയൊക്കെ പഞ്ചപാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് ഇതൊന്നും നേരിടാനുള്ള കരുത്തില്ല എന്നും അവർ ഇതൊക്കെ എങ്ങനെ നേരിട്ടുവെന്ന് അറിയില്ലെന്നും തന്റെ അത്തയെ പലരും പ്രഷർ ചെയ്തിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. അതേസമയം ജാസ്മിൻ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് അഫ്സൽ അമീറുമായുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിനായിരുന്നു. പുറത്ത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അമീർ ജാസ്മിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ ജാസ്മിന് നെഗറ്റീവ് കൂടുകയാണ് ചെയ്തത്. താനുമായുള്ള വിവാഹം ഉറപ്പിച്ചത് ജാസ്മിന്റെ നിർബന്ധപ്രകാരമാണെന്ന് അഫ്സൽ അമീർ പറഞ്ഞിരുന്നു. ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും അഫ്സൽ കൈയടക്കി വെച്ചുവെന്നുള്ള ആരോപണങ്ങളും വന്നിരുന്നു. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാസ്മിൻ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. അതോടെ ബേബി ഹീർ എന്ന യൂട്യൂബർ അഫ്സൽ അമീറിന്റെ ഭാഗം വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. ബിഗ് ബോസിൽ വൃത്തിയെപ്പറ്റി പല വിധത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും ഉണ്ടായ വ്യക്തി കൂടിയാണ് ജാസ്മിൻ. ഋഷി അടക്കം മറ്റുള്ളവർ ഹൗസിൽ ചെയ്ത പല കാര്യത്തിലും വിമർശനം ഉണ്ടായില്ലെന്നും ജാസ്മിൻ അഹങ്കാരിയാണെന്ന് പലരും പറയുന്നത് കേട്ടു. എന്ത് അഹങ്കാരമാണ് താൻ ഇവിടെ കാണിച്ചത്? താൻ ചെയ്ത കാര്യങ്ങൾ ഒരാണാണ് ചെയ്തിരുന്നെങ്കിൽ മാസ് BGM വിട്ട് എല്ലാം ആഘോഷിക്കപ്പെടുമായിരുന്നില്ലേ എന്നും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ കണ്ട താൻ തന്നെയാണ് യഥാർത്ഥ വ്യക്തിയെന്നും ആ തന്നെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാകും, അത് തനിക്ക് കുഴപ്പമില്ല, കാരണം എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റില്ല എന്നും ജാസ്മിൻ വിവാദങ്ങളോട് പ്രതികരിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.